നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയമാണ്. പ്രതാപകാലത്തിന്റെ നിഴലിൽ മാത്രമാണ് ഇപ്പോൾ FC ബാഴ്സലോണയുള്ളത്. നമുക്കറിയാം, ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതിഹാസങ്ങൾക്ക് അവർ ജന്മം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ ഇവിടെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ട്. അതായത് പ്രമുഖ അനലിസ്റ്റുകളായ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു പുതിയ റിപ്പോർട്ട് കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2004 മുതൽ 2024 വരെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളുടെ ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ ബാഴ്സലോണയുടെ ഒരു ആധിപത്യമാണ് നമുക്ക് കാണാനാവുക. 20 വർഷങ്ങൾക്കിടയിൽ 12 വർഷവും ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് FC ബാഴ്സലോണ താരങ്ങളാണ്. മെസ്സിയും റൊണാൾഡീഞ്ഞോയുമാണ് ബാഴ്സലോണയുടെ അഭിമാനമായിരിക്കുന്നത്. 2004, 2005, 2006, 2007 എന്നീ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂല്യം ഉള്ള താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റൊണാൾഡീഞ്ഞോയാണ്. യഥാക്രമം 50, 50, 70, 80 മില്യൺ യൂറോസ് എന്നിങ്ങനെയാണ് റൊണാൾഡീഞ്ഞോയുടെ മൂല്യം വരുന്നത്. അതേസമയം 2008 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരമായി മാറുകയായിരുന്നു. 70 മില്യൺ യൂറോയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാല്യൂ. പിന്നീടാണ് ലയണൽ മെസ്സിയുടെ ആധിപത്യം തുടങ്ങിയത്. 2010 മുതൽ 2013 വരെ മെസ്സി ഒന്നാം സ്ഥാനം അലങ്കരിക്കുകയായിരുന്നു. യഥാക്രമം 100, 100, 120, 120 മില്യൺ യൂറോസ് എന്നിങ്ങനെയാണ് ലയണൽ മെസ്സിയുടെ ഒരു വാല്യൂ വന്നത്. 2014 റയലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ 120 മില്യൺ യൂറോയുമായി ഒന്നാം സ്ഥാനം നേടിയെങ്കിലും 2015 മെസ്സി തന്നെ തിരിച്ചെത്തുകയായിരുന്നു. 120 മില്യൺ യൂറോയായിരുന്നു മെസ്സിയുടെ അന്നത്തെ മൂല്യം. 2016 മെസ്സി ഇതേ ഒരു വാല്യൂവിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 2017 നെയ്മർ ജൂനിയർ 150 മില്യൺ യൂറോ നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനം നേടി. 2018 മുതൽ 2023 വരെ എംബപ്പയാണ് ഒന്നാം സ്ഥാനം അലങ്കരിച്ചത്. 200 മില്യൺ യൂറോ വരെ അദ്ദേഹത്തിന്റെ മൂല്യം ഉയർന്നിരുന്നു. 2023 വേറെയും 2 താരങ്ങൾ പിന്നീട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. ഏർലിംഗ് ഹാലൻഡ്, ബെല്ലിംഗ്ഹാം എന്നിവരാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. അങ്ങനെ ഒരു കടുത്ത പോരാട്ടം തന്നെ 2023 നടന്നിരുന്നു. 3 ഒന്നാം സ്ഥാനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ലിസ്റ്റിൽ അത് FC ബാഴ്സലോണ തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.